അപ്പൊ അവിടെ 645 കാറ്റഗിസം പറയുന്നുണ്ട്, ആ സമയത്ത് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അതിനെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തില് അപ്പോസ്തലൻ പറയുന്നത്, ആ നാളുകളിൽ വിശ്വാസ ത്യാഗമുണ്ടാവുകയും തിന്മയുടെ അരാജക ശക്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അത് എതിർ ക്രിസ്തുവിന്റെ ആഗമനമാണ്. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഈ 645 ഖണ്ഡിക വായിക്കായിരുന്നു. അത് വായിച്ചപ്പോ ഉണ്ടല്ലോ, ഞാൻ കിടുങ്ങിപ്പോയി. അതിനകത്ത് കാറ്റഗിസത്തിൽ ഒരു വാചകം കിടക്കാണ്, എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു മതബോധം രംഗപ്രവേശനം ചെയ്യും. ഞാൻ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലൂ, പെട്ടെന്ന് പരിഹാരം, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മാനസാന്തരത്തിലേക്കോ പാപോപേക്ഷിക്കുന്നതിലേക്കോ ഒന്നും പറയാതെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മീയത എതിർ ക്രിസ്തുവിന്റെ വരവിന്റെ തുടക്കമാണെന്ന് പറഞ്ഞത് ഡാനിയേലച്ചനല്ല, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം. പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ഈ പ്രോസ്പെരിറ്റി